എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മർഹബ മാളിലെ മലബാർ ജ്വല്ലറിയിലാണ്. അവിടെ നിന്നാണ് ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. അവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസങ്ങളായി കുറേശ്ശെ പൈസ അടിച്ചിട്ട് സ്വർണ്ണം എങ്ങനെ സ്കീമുണ്ട്. അപ്പോൾ അതിൽ ക്യാഷ് അടക്കാൻ വേണ്ടി വരണതാണ്. സാറിന് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വരവ് ഇവിടെ വരണതാണ്. ഇനി അടുത്തത് നമ്മളെല്ലാവരും കൂടി പോണത്, ഞങ്ങൾ 6 പേരാണ് ഇന്ന് യാത്രയിലുള്ളത്. ഒന്ന് ഞാൻ ഷിഹാബുദ്ദീൻ CP, രണ്ടാമത് ആഷിഫ് പരപ്പനങ്ങാടി, മൂന്നാമത് മൊയ്തു പുറമണ്ണൂർ, സിയാദ് പുത്തനത്താണി, അജിനാസ് പുത്തനത്താണി, പിന്നെ ഷെബീർ കൊളത്തൂർ. അങ്ങനെ 6 ആളാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. ഞങ്ങൾ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്, ഹൈറ്റുള്ള ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങായ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ സിറ്റിയിൽ നിന്നാണ്. ഇൻ്റർനാഷണൽ സിറ്റിയിൽ നിന്ന് മർഹബ മാൾ വന്ന്, മർഹബ മാളിൽ നിന്ന് വീണ്ടും മാർക്കറ്റിൻ്റെ റോഡിന് കയറി ഇറങ്ങി, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൊയ്ത് പറയുന്നത്, നമ്മൾ ബുർജ് ഖലീഫയിൽ കയറുന്നത് ഗൾഫിൽ വന്ന് 20 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഇവർ ആകെ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഇതിലുള്ള 3 ആൾ 2 കൊല്ലം കഴിഞ്ഞിട്ടില്ല ചിലവർ. അങ്ങനെ എപ്പോഴും അവർക്ക് കാണാൻ പറ്റി, അവരൊക്കെ ഭാഗ്യമാണെന്നുള്ള ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ കാണൽ തുടങ്ങി ബുർജ് ഖലീഫ, അതാ കാണുന്നു. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ എന്നുണ്ടെങ്കിൽ തന്നെ കുറേ കിലോമീറ്റർ പുറത്ത് തന്നെ കാണൽ തുടങ്ങി. അതാണ് സംഗതി. അതിനെ പറ്റിയിട്ടാണ് ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ കാണാൻ ഇവർക്ക് അതിനുള്ള തീരുമാനം എടുക്കാൻ, ഇതിപ്പോൾ പൈസ ചിലവാക്കിയാൽ ആർക്കും കാണാൻ പറ്റും, മനസ്സിലായോ? പക്ഷെ അത് ചിലവാക്കാനുള്ളൊരു തീരുമാനം എടുക്കാൻ ഞങ്ങളൊക്കെ എത്ര ലേറ്റായി പോയി. പക്ഷേ ഇവരൊക്കെ 2 കൊല്ലം കൊണ്ട് ആ തീരുമാനം എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങ് അകലെ ഒരു മിന്നായം പോലെ ബുർജ് ഖലീഫ ഇങ്ങനെ നമ്മളെ ക്യാമറയിൽ പതിഞ്ഞു തുടങ്ങി. ഇതാ ദുബായ് മാളിലേക്കുള്ള എക്സിറ്റ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയണം എന്നുള്ളത് അവിടെ ബോർഡിൽ കാണൽ തുടങ്ങി. അടുത്ത എക്സിറ്റ് എടുത്താൽ ഈ റോട്ടും വന്ന് ദുബായ് മാളിലേക്കുള്ള റോഡ് കിട്ടി. അങ്ങനെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ബോർഡുകൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അടുത്ത ബോർഡ്. ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് ഉള്ളിൽ ബുർജ് ഖലീഫ അതാ ഒളിച്ച് നിൽക്കണ്. ക്യാമറാമാൻ മിസ്റ്റർ ആസിഫ് ആ ബുർജ് ഖലീഫിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ, അതായത് അവിടെ എടുത്തെത്താൻ നേരത്ത് ബെൻസിൻ്റെ ഒരു ഷോറൂം, അതിൻ്റെ വലിയൊരു ബെൻസിൻ്റെ ചിഹ്നം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം ബുർജ് ഖലീഫ പോകാനാണെന്നുണ്ടെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ദുബായ് മാളിലെ പാർക്കിംഗ് എടുത്തിട്ട് അവിടുന്ന് പിന്നെ വണ്ടി നല്ലപോലെ ദുബായ് മാളിൻ്റെ അടിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ബുർജ് ഖലീഫയൊക്കെ അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അതിനുള്ളിൽ കൂടി നടക്കുമ്പോൾ അതിനുള്ളിൽ വേറൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ചെറിയ വണ്ടി അതിനുള്ളിലുണ്ട്. അതിൽ വേണമെങ്കിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാം. അതിനൊന്നും പൈസ ഒന്നുമില്ല. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പാലങ്ങൾക്കിടയിലൂടെയും നടുവിലൂടെയും ഒക്കെ നമ്മൾ പോയിട്ട് ദുബായ് മാൾ, P4, P9, P4 മുതൽ P9 വരെയാണ് അതിൻ്റെ. ഇതൊക്കെ അതിൻ്റെ പാർക്കിംഗ് കേട്ടോ. പാർക്കിങ്ങിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മളിതാ മേലെ തട്ടൂലേ എന്നുള്ള ഒരു ഇത് തോന്നിപ്പോയി. 2.2 മീറ്റർ ഹൈറ്റുള്ള വണ്ടികൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ ഉള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത്. അവിടെ അങ്ങനെ ഒരു ബോർഡ് കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബുർജ് ഖലീഫയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ദുബായ് മാളിൻ്റെ എക്സിറ്റ് എടുക്കുക.
എക്സിറ്റ് എടുത്തിട്ട് നേരെ ദുബായ് മാളിൻ്റെ ഉള്ളിൽ കൊടുന്ന് പാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ എൻട്രൻസ് കൂടി ഇങ്ങോട്ട് മേലെ കണ്ട് കയറിയാൽ മതി. ലുലുവിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് എസ്കവലേറ്റർ, ഈ എസ്കവലേറ്ററിലൂടെ ഇങ്ങനെ മേലേക്ക് കണ്ട് കയറുക. എന്നിട്ട് ഇവിടുന്ന് റൈറ്റ് കണ്ട് നടക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ കാണുന്നത് നമ്മൾ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മളെ ഒരു നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ എടുത്തെത്തി തുടങ്ങിയിട്ടുണ്ടോ. അതാ ഈ ജനലിൻ്റെ അപ്പുറത്ത് അതാ കാണുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ഒരു ടണലുണ്ട്, ദുബായ് മാളിനുള്ളിൽ നിന്നൊരു ടണൽ. ആ ടണലിലൂടെ അങ്ങനെ നടന്നങ്ങോട്ട് പോയാൽ ബുർജ് ഖലീഫ.